ആയിക്കോട്ടെ. എന്തിനാ ചേച്ചി സാരി ഇങ്ങനെ താഴ്ത്തുന്നത്? ഓടിയിരുന്നു. ദീപാരാധനയ്ക്ക് നേരായി കുട്ടികളെ. ഇനി ഒരുങ്ങി കഴിഞ്ഞില്ല അല്ലേ? അല്ല, ഇതും ചുറ്റിയാണോ വരുന്നത്? ഞാൻ വരുന്നില്ല. വാ ചേച്ചി. ഇല്ല, മോള് പോയി വാ. സുഷമ വരൂ. ഈ വേഷത്തിൽ നീ മനോഹരിയാണ്. ആരും നിന്നെ ഇഷ്ടപ്പെടും. എനിക്ക് ചേട്ടന്റെ ഇഷ്ടം മാത്രം മതി. എന്റെ മാത്രം? പിന്നെ എന്തൊക്കെയുണ്ട് ചന്ദ്ര നാട്ടിലെ വിശേഷങ്ങൾ? 3 ഇലക്ഷൻ കഴിഞ്ഞു. പഞ്ചായത്ത്, പാർലമെന്റ്, അസംബ്ലി. സുഷമ പറഞ്ഞതാണ് നാട്ടിലെ ഏറ്റവും വലിയ വിശേഷം. ഡാഡി വന്നിരുന്നെങ്കിൽ ഡാഡിക്ക് നിൽക്കാമായിരുന്നു. അപ്പൊ പിന്നെ മമ്മിയോ? മമ്മി വനിതാ വിഭാഗം. ചന്ദ്രമല തടിച്ചിരിക്കുന്നല്ലോ. ഇവിടുന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കല്ലേ? ഈ പെണ്ണൊരു വായാടിയാണെന്ന് തോന്നുന്നല്ലോ. രണ്ടുപേരും മോശമല്ല. അമ്മയും ഒട്ടും മോശമല്ല ചന്ദ്ര. എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോണം. ഞാൻ വൈകിട്ട് വരാം. ചന്ദ്രന് വേണ്ടി ഞങ്ങൾ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട, പിന്നെ മതി. അതവിടെ വയ്ക്കും സരസ്വതി. ചന്ദ്രൻ ഇവിടെ തന്നെയുള്ള ആളല്ലേ. അപ്പൊ ഞാൻ വൈകിട്ട് വരാം. നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോവാം. വേണ്ട. എന്താ രമണി ഇത്? ഇതൊരാൾക്ക് കൊടുക്കാനുള്ളതല്ലേ? അഴുക്കാക്കി കൊടുത്താൽ ചന്ദ്രൻ എന്ത് വിചാരിക്കും? ഞാനിത് ചന്ദ്രേട്ടനുണ്ടായി കൊടുക്കട്ടെ. ചന്ദ്രൻ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരില്ലേ? ചന്ദ്രേട്ടൻ എന്താ വീട്ടിൽ വരാത്തത്? ഡാഡി മമ്മി എന്നോടാ തിരക്കുന്നത്. വാ ചേട്ടാ, നമുക്ക് വീട്ടിൽ പോവാം.
എനിക്ക് ചന്ദ്രനെ കാണാതിരിക്കാൻ വയ്യ. ഞാൻ എല്ലാം ഡാഡിയോട് തുറന്നു പറയും. വേണ്ട, കുട്ടി തീരെ ചെറുപ്പമാണ്. പറയും, പറഞ്ഞേ പറ്റൂ. രമണി വീട്ടിൽ പോയിക്കോളൂ, ഞാൻ നാളെ വരാം. വരണം. ഓഫ് കോഴ്സ്. അല്ല, ചന്ദ്രൻ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ ആരെയും കാണുന്നില്ല. ആര് പറഞ്ഞു? ഞങ്ങളൊക്കെ മുകളിലുണ്ട്. വാ, മുകളിൽ പോ. ചന്ദ്രൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വീട്ടിൽ അന്വേഷിച്ചു വരുമായിരുന്നു. ഓഫീസിൽ കുറച്ച് പെൻഡിങ് വർക്ക്. കള്ളം പറയാതെ. ചീട്ടുകളിയിലെ ജോലി. ചീട്ടുകളി മാത്രമേ ഉള്ളൂ, അതോ മലേഷ്യയിൽ ഞങ്ങളെപ്പോലെ? ഹലോ ചന്ദ്രൻ, വരൂ ഇരിക്കും. നിനക്കും ഇരിക്കാം. കേട്ടോ ചന്ദ്രൻ, ഇതെന്റെ ഒരു ശീലമായി. ഇടയ്ക്കിടയ്ക്ക് ഇവളും കമ്പനി ചേരും. കുട്ടികളെ താഴെ വിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ അങ്ങ് കൂടും. യു കെയിം അറ്റ് കറക്റ്റ് ആയി. വേണ്ട. ഓ, എന്റെ കൂടെ കുടിക്കുന്നതിനാണോ? അങ്ങനെയൊന്നുമില്ലെന്നേ. ഐ ആം ഗെയിം. കേട്ടോ ചന്ദ്ര, മലേഷ്യയിൽ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ അടുത്ത് താമസിക്കുന്നവർ പാലക്കാരാ. അവർ അച്ഛനും മക്കളും ഒന്നിച്ചിരുന്ന് മദ്യപിക്കും. കാണാൻ എന്ത് രസമാ. ഓ, അത് കണ്ടാണോ നീയും തുടങ്ങിയത്? പിന്നെ അവിടെ എല്ലാരും അങ്ങനെയല്ലേ? കണ്ടോ കണ്ടോ ചന്ദ്ര, ഇത് സ്ത്രീകളുടെ മാത്രം കഴിവാണ്. ഓരോന്നിനും ഓരോ എക്സ്ക്യൂസ്. ഇവൾ എന്നെക്കായാലും കൂടുതൽ കുടിക്കുമെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചന്ദ്രനോട് പറയുന്നത്? ചന്ദ്രന് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞൂടെ? അതിരിക്കട്ടെ. യു വോണ്ട് ബിയർ? നോ അങ്കിൾ. ഞാൻ നിർബന്ധിക്കുന്നില്ല. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ബിൽ. ഇത്ര ചെറുപ്പത്തിൽ. ചന്ദ്രൻ എന്താ ചെറുപ്പം? പെണ്ണ് കിട്ടില്ലെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ? എന്താ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ? നീ അതും ഇതും പറയാതെ പോയി ഊണ് വിളമ്പ്. ചന്ദ്ര, നന്ദി വാക്ക് പറയാന്ന് വിചാരിക്കരുത്. മക്കളുടെ ഓരോ എഴുത്തു വരുമ്പോഴും ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം ചന്ദ്രന്റെ കൂടെ അവർക്കുള്ളതായി ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ചന്ദ്രനോട് എന്തിനാ നന്ദി പറയുന്നത്? അനിയത്തിമാരായിട്ട് വേറെ ആരാ ഉള്ളത്? ബൈ ദ ബൈ, ഹൗ ഈസ് കമലം? കമലച്ചേച്ചിയും കുട്ടികളും അടുത്ത ആഴ്ച വരുന്നുണ്ട്. ബ്രദറിൻലോ ഓൾ ഇന്ത്യ ടൂറിൽ. നീ താഴെ പോയി എന്തെങ്കിലും കഴിക്കാനെടുക്ക സരസ്വതി. ഞങ്ങൾ ഇതാ വരുന്നു. ഡാഡി, എന്താ മോളെ? കം ഓൺ ടെൽ മീ. ഒന്നുമില്ല. മോളെ ഡാഡിയുടെ കൂടെ നടക്കാൻ വരുന്നോ? ചേച്ചി,
മോളെ പുറത്തു പോ. ഞാൻ പറയുന്നത് അനുസരിക്കുന്ന മോക്ക് നല്ലത്. വയ്യ മമ്മി. നിന്റെ ഭാവി നീ ഓർക്കുന്നുണ്ടോ? മമ്മി പ്ലീസ്. മോളെ, നീ ചെറുപ്പമാ. അറിയാതെ പറ്റിയ തെറ്റ് തിരുത്തുന്നതിന് അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യാം. അത് ദൈവം പോലും പൊറുക്കും. നാട്ടുകാരിതറിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും മോളെ? നാളെ രാവിലെ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകും.